കണ്ടോടാ, ഇതാണ് ആ ജാമ്യം. 85 ദിവസം അകത്ത് കിടന്നിട്ട് കിട്ടിയ ജാമ്യം. ഞങ്ങളുടെ ജാമ്യം, ഞങ്ങളുടെ ദിലീപേട്ടന്റെ ജാമ്യം. തൂഫാനിൽപ്പെട്ട് സതീശനും മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ MDMAയും പിടിയിൽ. ആരുമാണ് മുഖ്യമന്ത്രിയുടെ മീഡിയ കോർഡിനേറ്റർ MDMAയുമായി പിടിയിൽ. അതിന് തൂഫാനിൽപ്പെട്ട് സതീശനും എന്നൊക്കെ പറഞ്ഞ് ടൈറ്റിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരിടപാടാണ് ഇത്? ഈ പറഞ്ഞ പോലെ VD സതീശനാണ് തൂഫാനിൽപ്പെട്ട പോലെ. വാർത്തയല്ല, ഏതോ ഓൺലൈൻ മീഡിയക്കാരുടെ പരിപാടി. ഇതൊക്കെ എന്തെങ്കിലും അവസ്ഥയായിരിക്കും. എന്തായാലും ഇത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അതായത് ഈ തൂഫാൻ വാരിയേഴ്സ് അല്ലെങ്കിൽ മറ്റേ മദ്യവിരുദ്ധ റാലി നടത്തുന്നവർ, പണ്ട് മദ്യം വിഷമായിരുന്നല്ലോ. മദ്യം വിഷമാണ്, മദ്യം കുടിക്കരുത്, മദ്യം കുടിച്ചാൽ തീർന്നു, മദ്യം കുടുംബത്തിനെ നശിപ്പിക്കും, ചാരായം കുടിക്കരുതേ എന്നൊക്കെ പറയും. പണ്ട് സിനിമയിലൊക്കെ ഇന്നസെൻ്റെ കൂടെ ഏതോ സിനിമയിൽ ഏതാണോ പടത്തിൻ്റെ ഏരിയ വന്ന് അതിങ്ങനെ മദ്യവിരുദ്ധ റാലിയൊക്കെ നടത്തുമ്പോൾ അടിച്ച് വരുത്തിക്കുന്നവരൊക്കെ കയറി റാലിക്കകത്ത് പോകത്തില്ല. പഴയ വെള്ളം അടിച്ചിട്ട് വയ്ക്കുന്നവരെല്ലാം മദ്യവിരുദ്ധ റാലിക്കകത്ത് കയറിയൊക്കെ നടക്കും വെറുതെ. പക്ഷെ അന്ന് ഈ മദ്യവിരുദ്ധ റാലി നടക്കുമ്പോൾ ഈ മദ്യം ഇല്ലീഗലല്ല, മനസ്സിലായി. ഇപ്പോൾ കഞ്ചാവിനെ വെറുതെ ഇല്ലീഗലാക്കി വെച്ചിട്ടുള്ളൊരു പരിപാടി ആയതുകൊണ്ടാണ് ഇതിന് വേറൊരു രീതി കാണുന്നത്. പക്ഷേ MDMA അത് കുറച്ചുകൂടി കൂടിയ സാധനമാണ് കഞ്ചാവിനേക്കാളും. പക്ഷേ എന്നാലും പലതിനേക്കാളും കുറഞ്ഞ സാധനമാണ്. അപ്പോൾ ഇത് രണ്ടും ഭയങ്കര ഭീകരമായിട്ടായി കേരളത്തിൽ ട്രീറ്റ് ചെയ്യുന്നത്. എക്സൈസും പോലീസും ഇവിടുത്തെ പൊതുസമൂഹമൊക്കെ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ഭീകര സംഭവമാണ്. കഞ്ചാവ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കഞ്ചാവാന്ന് പറയും. എന്നിട്ട് കഞ്ചാവ് കഴിച്ച് കഴിഞ്ഞാൽ അങ്ങ് നശിച്ച് പോകുമെന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ കാനഡ, അമേരിക്കയിലെ പല സ്റ്റേറ്റ്സ്, കൊളംബിയ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലെ പല സ്ഥലങ്ങളിലൊക്കെ ഇതൊക്കെ എല്ലാ ഡെവലപ്ഡ് കൺട്രീസിൽ പലയിടത്തും ഇത് ലീഗലാണ്. മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ മേടിക്കുന്ന ആൾക്കാർ മെഡിക്കൽ മരുവാന. അങ്ങനെ മാത്രമല്ല, അടിച്ച് പിടിച്ചതൊന്നും അങ്ങനെ വലിയ വിഷയമൊന്നും ആകത്തില്ല. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റ്, ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഹിമാലയത്തിലൊക്കെ പോകുന്ന ആൾക്കാർ കണ്ടിട്ടില്ലേ, അവർ ഈ കുളുമണാലിയിൽ നിന്നൊക്കെ ഈ കഞ്ചാവ് തോട്ടത്തിന് നടുക്കൊക്കെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മുടെ ആൾക്കാർ പോകുമ്പോൾ അവിടെ ഉള്ളവർ അതിൻ്റെ കൂടെ ഫോട്ടോ പോലും എടുക്കാറില്ല. അത്രേ ഉള്ളൂ. ഇതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഇതങ്ങ് അടിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ജീവിതം മുഴുവൻ ഇതങ്ങ് അടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണയുണ്ട് കഞ്ചാവിനെ പറ്റി. അങ്ങനെ കഞ്ചാവ് തോട്ടം നിൽക്കുന്നിടത്തുള്ളവരെല്ലാവരും എല്ലാ ദിവസം അടിച്ച് മരിച്ചേനെ. ഇപ്പോൾ തലമുറകളായിട്ട് അവിടെ അങ്ങനെ തന്നെയാണ്, മനസ്സിലായത്. അത് അവിടെ നിന്ന് മാറിയിട്ടൊന്നുമില്ല. അങ്ങനെ ഇല്ലീഗൽ സീനൊന്നും ഇല്ലാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഇത് എല്ലാവരും കടിക്കണം അല്ല. അപ്പോൾ ഇതൊരു കണ്ണിപ്പൊടിയിരുന്നൊരു ഏർപ്പാടായി തൂഫാനൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ മദ്യത്തിൻ്റെ കച്ചവടം നല്ലപോലെ കൂടുന്നുണ്ട്, അപ്പോൾ റവന്യൂ കൂടുന്നുണ്ട്. പിന്നെ മദ്യത്തിനെ അങ്ങ് നൈസായിട്ട് സൈഡിൽ കൂടെ ഞാൻ അതിലൊരു ബാങ്ക് കൊള്ളയ്ക്ക് വരുന്നവൻ തൊട്ടപ്പുറത്ത് സൂപ്പർ മാർക്കറ്റിൽ ഒരു ബോംബ് പൊടിക്കുന്നു. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരുടെ ശ്രദ്ധയെല്ലാം അവിടെ നിൽക്കുമ്പോൾ ബാങ്ക് കൊള്ള നടത്തി അവർ കോടി അടിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു പരിപാടി ഉള്ളൂ ഈ തൂഫാനൊക്കെ. കാരണം MDMAയുടെ മണ്ടയ്ക്കും കഞ്ചാവിൻ്റെ മണ്ടയ്ക്കും എല്ലാ പ്രശ്നം കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ കള്ളങ്ങ് സേഫായി. ഇവൻ മദ്യം ഭയങ്കര നല്ലവനാണ്. കുറച്ചാണെങ്കിൽ ഇതിലും കൂടി ഡ്രഗ്സൊക്കെ ഇറങ്ങി ഇവിടെ എന്താ പറയുക ഫക്ക പോലത്തെ സാധനം ഇറങ്ങി കഴിയുമ്പോൾ MDMA കഞ്ചാവൊക്കെ ഭയങ്കര പാവങ്ങളായി പോകും അവരുടെയൊക്കെ മുന്നിൽ. അതൊന്നും അങ്ങനെ അധികം ഇവിടെ സുലഭമല്ലാത്തതുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ ഈ കഞ്ചാവിൻ്റെ MDMAയുടെയൊക്കെ പരിപാടിയൊക്കെ നിന്നെന്ന് വിചാരിക്കുക, മൊത്തം ബ്ലെയിം കള്ളിന് വരും. കള്ളടിച്ച് കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സമാധാനമില്ല. അടി, പിടി, അക്രമം, റാഷ് ഡ്രൈവിങ്, ആക്സിഡൻറ്റ്സ് എല്ലാം കൂടും. പിന്നെ ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാരുടെ റീഹാബിലിറ്റേഷനും ഡീഅഡിക്ഷൻ സെൻറ്റേഴ്സൊക്കെ ഒരുപാട് വേണം, ഓൾറെഡി ഉണ്ട്. മദ്യം ഉണ്ടാക്കിയ അത്ര വലിയ ദുരന്തമൊന്നും കഞ്ചാവ് ഉണ്ടാക്കിയിട്ടില്ല ഇന്നേ വരെ. മദ്യദുരന്തമൊന്നും കേട്ടിട്ടില്ല, അത് വിഷമദ്യമെന്ന് ആണ് പറയുന്നത്. കഞ്ചാവ് ദുരന്തമൊന്നും ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? വിഷക്കഞ്ചാവെന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ പ്ലാന്റ് ആയതുകൊണ്ട് അതങ്ങനെ കിളിച്ചു വരുന്ന സാധനം ആയതുകൊണ്ട് അതിനകത്ത് അങ്ങനെ വിഷക്കഞ്ചാവൊന്നും ഉണ്ടാകത്തില്ല. മനുഷ്യനുണ്ടാക്കുന്ന സാധനമാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇച്ചിരി മാറിപ്പോകുന്നത്, ഈതയിലും മീതയിലും ഒക്കെ ആയി പോകുന്നത്. മറ്റിടത്ത് അതില്ല, വളരെ നാച്ചുറലാണ് ഇവിടെ. അത് വിഷമല്ല. ഇപ്പോൾ മരോട്ടി എടുത്ത് തിന്നുമോ അല്ലെങ്കിൽ ഒതളങ്ങി എടുത്ത് തിന്നുമോ എന്നൊക്കെ ചിലർ ചോദിക്കും. നാച്ചുറൽ ആയതുകൊണ്ട് ഇല്ല, ഇതിനതൊക്കെ എടുത്ത് തിന്നുന്നത്. അതെന്ന് ചത്തുവും, ഇതെന്ന് ചാവത്തൊന്നുമില്ല. ഒരു കിക്കുണ്ടാവും. വലിച്ചാൽ ആണ് വലിയ അപകടമില്ല. അത് തിന്നാൻ പോയാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഇതിന് ഓവർഡോസ് ഇല്ലെന്ന്. ഓവർഡോസ് എന്ന് പറഞ്ഞാൽ ഈ ഓവർഡോസ് ആയിട്ട് ആൾക്കാർ മരിക്കുന്ന സീൻസ് വളരെ കുറവാണ്. അങ്ങനെ ഉണ്ടാകത്തില്ല. ഇല്ല പിന്നെ വല്ല അസുഖമുള്ള ആൾക്കാർ വല്ല ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്ന് മരിക്കുന്നതൊക്കെ ഉണ്ടാകും, ഹാർട്ട് ബീറ്റ് കൂടിയിട്ട്. എന്നാൽ ഇത് വലിക്കുമ്പോൾ ഓവർഡോസ് വലിക്കാൻ പറ്റത്തില്ല. മദ്യം ഓവർഡോസ് അടിക്കാൻ പറ്റും. ഇപ്പോൾ മദ്യം തന്നെ ഒരു കുപ്പി എടുത്തിട്ട് ഡ്രൈ ആയിട്ട് ഒറ്റ കൂടി പിടിച്ചാൽ അവിടെ മരിച്ചു വീഴും. അപ്പോൾ വിഷമായിട്ട് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ഈ മദ്യം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ മദ്യം ഭയങ്കര ഈസി ആയിട്ട് ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ എന്താ പറയുക, ഈ ഇവരുടെ പരസ്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? പിന്നെ ഇവിടെ ബീവറേജിൻ്റെ ഒക്കെ പരസ്യം കണ്ടില്ലേ? അത് മാത്രമല്ല, ഓണത്തിന് ഏറ്റവും കൂടുതൽ കുടിച്ച് മദ്യമാണെന്ന് പറഞ്ഞ് ഗവൺമെൻറ് തന്നെ ഭയങ്കര റവന്യൂ ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാവരും വിചാരം പിള്ളേരൊക്കെ കണ്ടു വളർന്നത് എന്താ, ഓണം ക്രിസ്മസ് ഒക്കെ ആയാൽ അത് ചെയ്യേണ്ട കാര്യം കള്ളു കുടിക്കുക എന്നുള്ളതാണ്. കണ്ടില്ലേ ഇത്രയും നമ്മൾ കുടിച്ചോ, കണ്ടില്ലേ നമ്മുടെ ചേട്ടന്മാരൊക്കെ കുടിച്ചോ, കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് പിള്ളേർ കുടിക്കാനൊക്കെ തയ്യാറാണ്. സിനിമകളിലൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ കള്ളാണ് ഈ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം മദ്യമാണ്. കഞ്ചാവ് ഒരുപാട് കുറവാണ്. ഈ ഇതിൻ്റെ മറ്റേത് വെച്ച് നോക്കുമ്പോൾ ഈ എന്താ പറയണ്ടേ ഡേഞ്ചർ എന്താണെന്ന് ചോദിച്ചാൽ, കുടിക്കുന്ന ആൾക്ക് കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക ഭ്രാന്തി. കള്ളു കുടിച്ചാൽ കൂടുതൽ ഒരു മൈലൻ്റ് ആവും, അടി ഉണ്ടാക്കും, റാഷ് ഡ്രൈവ് ചെയ്ത് ആക്സിഡൻറ്റ് മരിക്കാം. കൂടുതൽ കുടിച്ചാൽ ലിവർ സിറോസിസ് വന്ന് മരിക്കാം. അത് കുടിക്കേണ്ട രീതിക്കല്ല കുടിക്കുന്നതെങ്കിലും മരിക്കാം. വലിയ ടഴിയടക്കം എടുത്ത് കുടിച്ച് കഴിഞ്ഞാൽ തട്ടിപ്പോവും. പിന്നെ ഇത് കുടിച്ച് കഴിഞ്ഞിട്ടുള്ള ഇവരുടെ പ്രവർത്തികൾ കൊണ്ടുള്ള ബാക്കിയുള്ളവർക്കുള്ള ബുദ്ധിമുട്ട്. ഇപ്പോൾ അടി കൊള്ളുന്നവന് അടി കൊള്ളണ്ടേ, കത്തിക്ക് കുത്തിയാൽ കുത്തുകൊള്ളണ്ടേ, അങ്ങനെയൊക്കെ. കഞ്ചാവിന് ഇത് രണ്ടുമില്ല. കഞ്ചാവ് അടിച്ചിട്ട് ആരെങ്കിലും ഇന്ന് കുത്തുവോ? കഞ്ചാവ് അടിച്ചിട്ടുള്ളവർക്ക് അറിയാമല്ലോ, കഞ്ചാവ് അടിച്ചാലും കുത്താൻ തോന്നുന്നു. ഇതിലേക്ക് നടക്കാൻ പോലും തോന്നത്തില്ല. എവിടെയും സാമാന്യം കുത്താൻ വരുവാണെന്ന് പറയുകയാണെങ്കിൽ
അതൊക്കെ ഉത്തരവാദിത്വം തോന്നിയാൽ തന്നെ നാളെ പ്രതികാരം നാളെ ആക്കിയാലോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സാധനം വരും. അല്ലാതെ ആരും കഞ്ചാവ് അടിച്ചിട്ട് പോയി ഒന്നും ചെയ്യത്തുന്നില്ല. പിന്നെ കഞ്ചാവ് അടിച്ചടിച്ചടിച്ചൊരു ഭ്രാന്തായെന്ന് പറയുന്നത് ഒരു കുഴപ്പമുണ്ട്. ഒരുത്തിന് ഭ്രാന്തുള്ളവൻ കഞ്ചാവ് അടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന് അത് കൂടി കാണും. അത് എത്ര വർഷം കഴിഞ്ഞപ്പോഴാണ് ഇത് കൂടുന്നത്? അത്രയും നാൾ ഇവരൊക്കെ അടിച്ചുകൊണ്ടിരുന്നേ ഉള്ളൂ. ഭ്രാന്തുള്ളവരുടെ ഭ്രാന്ത് കൂടും. അതിപ്പോൾ ഒന്നും അടിക്കാത്തവരെ കണ്ടിട്ടില്ല ഇവിടെ കിളി പോയി നടക്കുന്നത്. അപ്പോൾ അതേ ആളുകൾ അടിച്ചിരുന്നെങ്കിൽ എന്താവും എന്ന് ചോദിച്ചാൽ ഒരു 5 വർഷം മുന്നേ ഇയാൾ ഈ സിംറ്റംസ് കാണിച്ചു തുടങ്ങും. ഏത് ഈ ഭ്രാന്തിൻ്റെ അത്രേ ഉള്ളൂ ഇത്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ല ഇത് വലിയ ഇവർ പറയുന്ന പോലൊന്നും അല്ല പലതും. ഇപ്പോൾ മദ്യപിച്ചിട്ട് എത്രയോ പേര് റീഹാബിലെത്തുന്നു. അത്രയും ആൾക്കാരൊന്നും കഞ്ചാവ് അടിച്ചിട്ടെത്തുന്നില്ല. മനസ്സിലായോ? മദ്യപിച്ചെത്തുന്ന അത്രയും പേഷ്യൻസ് ഒന്നും കഞ്ചാവ് അടിച്ച് വരുന്നില്ല. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സൈക്കാട്രിക് ആവട്ടെ, ആക്സിഡൻറ്റ് കേസ് ആയിട്ട് എന്തും ആയിക്കോട്ടെ, കൂടുതലും കള്ളു കുടിച്ചിട്ടല്ലേ ആൾക്കാർ അഡ്മിറ്റ് ആയിരിക്കുന്നത്. നിങ്ങൾ എടുത്ത് നോക്ക്, ഡയറക്റ്റ് എടുക്കുക, അപ്പോൾ മനസ്സിലാവും. കഞ്ചാവ് MDMA അടിച്ചവരാരും വണ്ടി ഓടിച്ചില്ലെന്നാണ് പറയുന്നത്. ഈ ചെക്കിംഗ് ഒക്കെ നടക്കുമ്പോൾ മദ്യപിച്ചവരെ ഊതി പിടിക്കുന്നുണ്ടല്ലോ. ഇത്രയും നാൾ ഇവിടെ ഭയങ്കര കഞ്ചാവാന്ന് MDMA സുലഭം എല്ലായിടത്തും എപ്പോഴും പിടിച്ചുകൊണ്ടേയിരിക്കണമല്ലോ. അപ്പോൾ ഇത് അടിക്കുന്നവരെല്ലാം വീട്ടിൽ ഇരിക്കുകയാണെന്നോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലല്ലോ, അവർ വണ്ടി ഓടിക്കുന്നുണ്ട്, അവരുടെ കറങ്ങി നടക്കുന്നുണ്ട്, ഡെയിലി ലൈഫിൽ അടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവിടെ ഇവനൊക്കെ അടിച്ചുകൊണ്ടിരുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഈ മുഖ്യമന്ത്രിയുടെ പൂക്കിയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അവർ 2 എണ്ണം വലിച്ചിട്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒത്തിരി പിടിക്കുന്നവരെല്ലാം ജോലിയിലൊക്കെ ഉള്ളവരല്ലേ. ചില സ്റ്റുഡൻസൊക്കെ ആയിരിക്കും ഒരുപാട് ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ അല്ലേ അടിച്ചിട്ട് പിടിക്കുന്നത്. പിടിച്ച് കഴിയുമ്പോൾ അറിയുന്നുള്ളൂ ഇവർ കഞ്ചാവാണെന്നോ MDMA അടിച്ചിട്ടുണ്ടെന്നൊക്കെ. അതിന് മുമ്പ് അവർക്ക് ഒരു കുഴപ്പമില്ലല്ലോ. കള്ളു കുടിച്ചാൽ അങ്ങനെയാണോ? കഞ്ചാവ് അടിച്ചാൽ ചെയ്യാൻ അങ്ങനെ അടിച്ചിട്ടിരിക്കുന്ന കണ്ടാൽ ഇങ്ങനെ തോന്നിയിരിക്കുകയൊക്കെ ചെയ്യും, അതറിയാൻ പറ്റും. പക്ഷേ കള്ളു കുടിച്ചാൽ എങ്ങനെ കണ്ടാലും അറിയാൻ പറ്റും. നാറ്റം വരെ അടിക്കുക. മറ്റേതിന് നാറ്റവും ഇല്ല, ഇങ്ങനത്തെ കിക്കും ഇല്ല, അലമ്പില്ലൊന്നുമില്ല. മനസ്സിലായോ? അത് കള്ളു കുടിച്ചിട്ട് വരുന്നതിനെ കണ്ടറിയരുത്. ആടിയോ അല്ലെങ്കിൽ തെറിയും പറഞ്ഞ് കച്ചറ പറഞ്ഞ്. കഞ്ചാവ് അടിച്ചിട്ട് എത്ര പേര് തെറി പറയുന്നത്? ആരെങ്കിലും തെറി പറയൂ, ശബ്ദത്തിനൊക്കെ ഒരിച്ചിരി കട്ടി ഉണ്ടാവും, വേറെ വരും. പിന്നെ പാട്ടൊക്കെ പാടും, തമാശയൊക്കെ പറയും, കാര്യങ്ങളൊക്കെ ആയിരിക്കും ചർച്ച ചെയ്യുന്നത്. ഇനി ഭയങ്കര ചർച്ചയായിരിക്കും. പക്ഷേ മദ്യം കഴിഞ്ഞാൽ അങ്ങനെയല്ല, തറപ്പണിയൊക്കെ കാണിക്കാൻ തോന്നും. മദ്യത്തിൻ്റെ ലഹരിയിലാണ് എന്നിട്ട് പിറ്റേ ദിവസം വന്ന് പോസ്റ്റ് ചെയ്ത് ചെയ്യും. പിടിച്ചു കഴിയുമ്പോൾ മുഖ്യമന്ത്രി കൊല്ലാൻ പോകും, പ്രധാനമന്ത്രി കൊല്ലാൻ പോകും. ഇതൊക്കെ കഞ്ചാവടിച്ചിട്ടാലും ചെയ്യുന്നുണ്ടോ? ഇല്ലെന്നേ. ഇത് ചുമ്മാ ഇങ്ങനെ ഇത് പറഞ്ഞ് മദ്യത്തിനെ ഒന്ന് സാധൂകരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ എല്ലാവരുടെ. അല്ലാതെ മദ്യത്തിനോളം വൃത്തികെട്ടൊരു ലഹരി വേറെ ഇല്ല. അപ്പോൾ എന്നിട്ടാണ് അത് ലീഗലായിട്ട് വിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ബാറുകളുടെ ഓണർഷിപ്പൊക്കെ ഇവിടെ പല മന്ത്രിമാർക്കും ഉണ്ട്. അവർക്ക് അതൊക്കെ നല്ല രീതിയിൽ നടക്കണം, അവരുടെ ബിസിനസ് നല്ലപോലെ നടക്കണം. പിന്നെ കഞ്ചാവ് സാധനം ലീഗലായി പോയാൽ ഇത് ചെടിയാണ്, ഇവിടെ വെള്ളം നട്ടി വളർത്താൻ ആർക്ക് വേണേൽ അടിക്കാം. അപ്പോൾ മറ്റേ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഗവൺമെൻറ് ഇപ്പോൾ ലീഗലായി കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് വീട്ടിൽ വളർത്തിയെങ്കിൽ മറ്റേ ചീരയൊക്കെ കറി വെച്ച് തിന്നുന്നല്ലെങ്കിൽ ഇത് കറി വെച്ച് തിന്നും. അത്രേ സംഭവിക്കത്തുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ പേര് ഈ മദ്യപാനത്തിനോടുള്ള ആസക്തി കുറയും. അങ്ങനെ മദ്യക്കച്ചവടത്തിന് വലിയൊരു നഷ്ടം ഉണ്ടാവും. അത്രയും ലാഭം ഇവർക്കുണ്ടാക്കാൻ പറ്റത്തില്ല. മറ്റേ ചീരയൊക്കെ നമ്മൾ വീട്ടിൽ വളർത്തിയാൽ ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ. ചീര വളർത്തുന്ന ടാക്സ് ഉണ്ടോ? എല്ലാം വേണ്ടി ഈ വീട്ടിലൊക്കെ കൃഷി ചെയ്യുന്നില്ലേ ആൾക്കാർ? അതൊക്കെ എന്തെങ്കിലും കച്ചവടത്തിനാണോ? അല്ല, നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് കൃഷി ചെയ്യുന്നു കഴിക്കുന്നു. അതിനെന്തെങ്കിലും എവിടെയെങ്കിലും പോയി കാശ് കൊടുത്ത് ടാക്സ് അടയ്ക്കുന്നുണ്ടോ? അതിനില്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഈ മദ്യത്തിനെ റീപ്ലേസ് ചെയ്ത് കഞ്ചാവ് വന്നാൽ അതേപോലെ ഇരിക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു 50 അല്ലെങ്കിൽ 60% ആൾക്കാർ വെള്ളമടി നിർത്തും. വെള്ളമൊക്കെ അടിക്കും വല്ലപ്പോഴും. പക്ഷേ കഞ്ചാവ് അടിച്ചുള്ള കുഴപ്പമില്ല. കഞ്ചാവ് അടിക്കുന്ന ഒരുപാട് പേർക്ക് പിന്നീട് മദ്യത്തിനോടുള്ള ആ ഒരു താല്പര്യം ഇല്ലാണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ആൽക്കഹോളിക്കായിട്ട് ആൾക്കാരുടെ റിക്കവറിക്ക് ചിലതൊക്കെ കഞ്ചാവ് യൂസ് ചെയ്തിട്ടുണ്ടെന്നും ഗൂഗിളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ശരിയാണ് ഒരു പരിധി വരെ. കാരണം ഈ കള്ളുടിയന്മാരായിട്ട് നടക്കുന്നവരൊക്കെ കഞ്ചാവ് അടിച്ചു തുടങ്ങിയാൽ ചിലപ്പോൾ കള്ളുടി അങ്ങനെ നിന്നിട്ട് ഇത് കഞ്ചാവിലോട്ട് മാറും. കള്ളു കുടിച്ചാൽ ഛർദ്ദിക്കുകയും മറ്റേ ആ ഒരു ഇതിൻ്റെ കിക്ക് നമുക്ക് പിന്നെ ഇഷ്ടപ്പെടാതെ വരും. അതായത് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയും കഞ്ചാവ് അടിക്കാൻ മാത്രമേ ആ ഒരു സുഖം കിട്ടത്തുള്ളൂ. അതേസമയം കള്ളു കുടിച്ചാൽ പിന്നെ അതിൻ്റെ എഫക്റ്റ് പോകും. പിന്നെ ഒരു ശരിക്കും കള്ളിൻ്റെ അവസ്ഥ അതാണ്. അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പലർക്കും മനസ്സിലാവുന്നില്ല അടിച്ച് നടക്കുന്നവർക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ചിലയിടത്തൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെ ഗൂഗിൾ കിടപ്പുണ്ട്. ഞാൻ പരീക്ഷിച്ചിട്ടൊന്നുമില്ല, എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് മനസ്സിലാവും എന്താ അതിൻ്റെ വ്യത്യാസം എന്നുള്ളത്. കാരണം ഇത് രണ്ടും ഞാൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നല്ല ഞാൻ മിക്ക സാധനം അടിച്ചിട്ടൊക്കെ ഉള്ളത്. പക്ഷേ ഇതിൻ്റെയൊക്കെ എഫക്റ്റ് എന്ന് പറയുന്നത് പലതും പല രീതിയിൽ. എല്ലാത്തിൻ്റെ എഫക്റ്റൊക്കെ എനിക്കറിയാം. ഇത് എങ്ങനെ ഇരിക്കുന്നു, ഇവൻ അടിച്ച് കഴിഞ്ഞാൽ എന്താ തോന്നുന്നത്. ഓരോരുത്തർക്കും ഓരോ മാനസിക വിഭ്രാന്തി ഉള്ളവർക്ക് തോന്നുന്ന പോലെ എന്താണെന്ന് എനിക്കറിയാം. കാരണം അതിൻ്റെ അവർ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയാൽ എന്തൊരാളാണെന്ന് വരെ. ഇപ്പോൾ കള്ളു കുടിച്ചിട്ട് ഒരാൾ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താ, ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട്, എനിക്ക് കിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ എത്രത്തോളം അടിച്ചിട്ടാണ് നിൽക്കുന്നത്, അവൻ്റെ ലെവൽ ഓഫ് കിക്ക് എന്തോരാണെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെയാണ് കഞ്ചാവ് അല്ലെങ്കിൽ MDMA അടിച്ചവരൊക്കെ ഭയങ്കര എനർജിയിലൊക്കെ സംസാരിക്കാൻ ജില്ലൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ അറിയാം ഇന്നത്തെ ഒരു ദിവസമുള്ള ഈ ജില്ല് നാളെ ഞാൻ മുമ്പിൽ തെറ്റി തളർന്ന അവസ്ഥരായി വയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണോ? അത്രേ ഉള്ളത്. പിന്നെ ഒത്തിരി ഉപയോഗിച്ചാൽ അമൃതും വിഷമാണ്. അധികമായാൽ അത് വെള്ളമാണെങ്കിലും വിഷമാണ്, ഓക്സിജൻ ആണെങ്കിലും വിഷമാണ്. അത് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവർക്ക് ഈ ഓക്സിജൻ ഇങ്ങനെ വലിച്ചു കയറ്റാൻ കിട്ടാതെ ഒരു ഓക്സിജൻ്റെ അടുത്ത് വെച്ചൊന്ന് വലിക്കാവോ? അപ്പം വലിച്ചു. കഞ്ചാവ് വലിക്കുന്നവരൊന്നും ആയിരിക്കത്തില്ല. എല്ലാവരും വെള്ളം എടുത്തുനിന്ന് ഒരുപാട് കുടിക്കാവോ? ഒരു 5 ലിറ്റർ വെള്ളം ഒന്നിച്ചൊന്ന് കുടിച്ചു നോക്കുക. 5 പോരാ, എത്ര വേണമെന്ന് നോക്ക്, ഗൂഗിളിൽ കയറി നോക്കുക. അത്ര വെള്ളം കുടിച്ചാൽ ടോക്സിക് ഇതായിട്ട് മരിച്ചു, വെള്ളം വിഷമാവും. കഞ്ചാവിന് അത്രയും പോലും ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക അതിൻ്റെ ടോക്സിസിറ്റിയുടെ ലെവൽ. മദ്യത്തിനുണ്ട് കേട്ടോ. മദ്യം ഒരു 1/2 ലിറ്റർ പോരാ, 1 ലിറ്ററൊക്കെ ഒന്നിച്ച് കുടി, 1 ലിറ്ററല്ല, ഒരു ഫുള്ളൊക്കെ ഒറ്റ കുടി കുടിച്ചാൽ ഡ്രൈ ആയിട്ട് കുടിച്ചാൽ മരിച്ചു. അല്ലേ കുടിച്ചു നോക്ക്. അത്ര നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് എത്ര നിർബന്ധമാണ്. കള്ള് കഞ്ചാവിനേക്കാളും ദോഷമല്ല. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ടെസ്റ്റുകളൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കള്ളാണോ കഞ്ചാവാണോ കൂടുതൽ ദോഷം ചെയ്യുന്നതാണ്. അത് അടിച്ചിട്ടുള്ളവരെ കണ്ടറിയുന്നത്. ഈ അടിച്ചിട്ട് വരുന്നവരെ കണ്ടറിയുന്നത്. കള്ളു കുടിച്ചിട്ട് വരുന്നവരും കഞ്ചാവ് അടിച്ചിട്ട് വരുന്നവരും MDMA അടിച്ചിട്ട് വരുന്നവരും കഞ്ചാവ് അടിച്ചാലും MDMA അടിച്ചാലും മനസ്സിലാകത്തില്ല. പിന്നെ അവർ കൂടുതൽ അടിച്ചാൽ ഈ 3 പേരും, ഇപ്പോൾ ഈ 3 ആൾക്കാരെ നമുക്ക് എടുക്കാം, 3 സാമ്പിൾ. ഒരാൾ വല്ലപ്പോഴും മദ്യപിക്കുന്നതാണ്, അയാൾ കുറച്ചടിക്കുന്നുള്ള കുഴപ്പമില്ല. അയാളൊരു പേര് അയാൾ കിക്കിനെയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നതെങ്കിൽ അത് ഭയങ്കര കിക്ക് വേണമെന്നുണ്ട്, ഹൈ ആണെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നു, കുറേ അടിക്കുന്നു. അത് കഴിഞ്ഞാൽ അയാൾ കാണിക്കുന്ന കോപ്രായം പോക്കൃത്തരം കൂടെ കണ്ടു കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ നല്ലപോലെ കഞ്ചാവ് അടിച്ചിട്ട് ആളിരിക്കുന്നു. ഇനി നടന്നു വരത്തൊന്നുമില്ല, ആടികളാണെന്ന് അവർ നിൽക്കത്തില്ല. അവിടെ തന്നെ ഇരുന്ന് വല്ല പാട്ട് കേട്ടിട്ട് എന്തെങ്കിലും സംസാരിച്ചാൽ അതിനെ സംസാരിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു. ചിലപ്പോൾ 2 പെഗ് അടിക്കുമായിരിക്കും, കൂടെ ഒന്നും പറയാൻ പറ്റത്തില്ല. ബീർ കുടിക്കുന്നവരുണ്ട്.
ജ്യൂസ് ലഡുവൊക്കെ തിന്നും. പിന്നെ സംഭവിക്കാൻ പോകുന്ന MDMA അടിച്ച ആൾക്കാർ അവരവിടെ ഇരിക്കത്തൊന്നുമില്ല. അവരിങ്ങനെ തെറിച്ച് നടക്കുകയും ചില്ല് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പാട്ടൊക്കെ ഇട്ട് ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് പൊളിച്ച് അങ്ങനെ നടക്കും. കുറേ സിഗരറ്റ് വലിക്കും. അതിനകത്ത് വേണം കള്ളു കുടിക്കും. കള്ളു കുടിക്കുമ്പോൾ കള്ളിൻ്റെ കിക്ക് കാണിക്കാൻ തുടങ്ങും. പക്ഷേ എന്നാൽ പോലും കള്ളിൻ്റെ കിക്ക് അത്രയ്ക്ക് മറ്റേ ലെവലിലോട്ട് കൊണ്ടുപോകാതെ ഇതിനെ കുറച്ചുകൂടി ഒരു അങ്ങനെ എനർജറ്റിക്കായിട്ട് നിൽക്കുന്നതുകൊണ്ട് കുഴയത്തില്ല. പാർട്ടിക്കൊക്കെ പോകുന്ന ടൈമിലൊക്കെ ഇങ്ങനെ MDMA അടിച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഈ എന്തുവാ ഇതൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെയാണ് പിള്ളേർ ചില്ല് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് മൂന്നിനെയും കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒറ്റ നോട്ടത്തിൽ ഏറ്റവും വൃത്തികെട്ടവനായിട്ട് തോന്നുന്നത് കള്ളുടിയനാണ്. അവൻ എന്നും ഇങ്ങനെ അടിക്കുന്നവനാണെങ്കിൽ അവൻ ഇവരെക്കാൾ മുന്നേ ആശുപത്രിയിലെത്തും. എന്തെങ്കിലും സംശയമുണ്ട് നിങ്ങൾ അങ്ങനെ അടിച്ച് 3 പേരെ പരീക്ഷിച്ച് നോക്ക്, അപ്പോൾ അറിയാം. എന്നുവെച്ചാൽ അവരുടെ കിക്ക് നോക്കി അടിപ്പിക്കണം. അല്ല ഒരുപാട് MDMA വലിപ്പിച്ചിട്ടും അല്ല ഒരുപാട് കഞ്ചാവ് വലിപ്പിച്ചിട്ടും 2 പെഗ് അടിക്കുന്നതായിട്ട് കമ്പയർ ചെയ്തത്. ഇതിൻ്റെയൊക്കെ ഒരു കിക്കുണ്ട്. ആൾക്കാർ കിക്ക് ആവണം. ഓരോരുത്തർക്ക് അവരുടെ ലിമിറ്റ്. അതായത് എനിക്കിപ്പോൾ ഒരു കിക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു 3 പെഗ് അടിക്കണം. അപ്പോൾ എനിക്കൊരു കിക്കായി. 4ാമത്തെ പെഗ് ഞാൻ എനിക്ക് ഓവറാവും. ആ 4 പെഗ് വേണം ഞാൻ അടിക്കാൻ. ഇപ്പോൾ എനിക്ക് 5 ഗ്രാം ഇത്രയാണ് ഇട്ട് പോയിക്കുന്നെങ്കിലോ തിന്നുന്നെങ്കിലോ അത് നോക്കിയിട്ട് അത്രയും ഗ്രാം എടുത്ത് വലിക്കാൻ പറയണം. എന്നിട്ട് ഇവരെല്ലാം കൂടി ഒരു 3 മാസം 4 മാസം നിർത്താതെ വലിപ്പിക്കുകയും അടിപ്പിക്കുകയും ചെയ്യണം. കഞ്ചാവ് അടിച്ചാൽ ഈസി ആയിട്ട് അതിനകത്ത് നൂരി പോരും. അവൻ അടിക്കുമ്പോഴും അറിയത്തില്ല, അടിച്ച് നിർത്തിയാലും അറിയത്തില്ല, പിന്നെ അടിച്ചുകൊണ്ടിരുന്നാലും അറിയത്തില്ല. പക്ഷേ കള്ളും MDMA വരുന്നവർക്ക് പ്രശ്നം വരും. MDMA ഒരു 4-5 ദിവസമൊക്കെ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ തൊട്ട് നോർമലൊന്നും ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. കാരണം ഉറങ്ങത്തൊന്നുമില്ല. അങ്ങനെ അവൻ്റെ ജീവിതം മുഴുവൻ നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് അത് 5 ദിവസം കണ്ടിന്യൂസ് അടിക്കുന്നതിനകത്ത് ചിലപ്പോൾ MDMA പരാജയപ്പെടും. അതാണ് അതിൻ്റെ വേറെ പ്രശ്നം. അങ്ങനെ കണ്ടിന്യൂസ് അടിക്കാൻ പറ്റത്തില്ല. അത് വല്ല വർഷത്തിൽ 2-3 പ്രാവശ്യമൊക്കെ അടിക്കാവൂ എന്നുള്ളൊരു കണക്കുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു അസുഖം വരുമ്പോൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണല്ലോ ചെയ്യുന്നത്. മരുന്നിനൊക്കെ ഒരു ഡോസൊക്കെ ഇല്ലേ. ഇപ്പോൾ പാരസെറ്റമോൾ സ്ട്രിപ്പ് മേടിച്ച് തന്നാൽ പനി മാറത്തില്ല. വേറെ എന്തെങ്കിലും കൂടെ വന്നിട്ട് പനിയേക്കാൾ അപ്പുറത്തൊരു ഡേഞ്ചർ സ്റ്റേജിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു സാധനം എല്ലാവർക്കും അറിയാവുന്നതല്ല. അപ്പോൾ അതിൻ്റെ ഡോസ് അനുസരിച്ചാണ് എല്ലാം അടിക്കേണ്ടത്. ഞാനൊരു കമ്പാരിസൺ പറഞ്ഞതേ ഉള്ളൂ. അത് ടെസ്റ്റ് ചെയ്യാൻ തന്നെ അടിച്ച് കഴിഞ്ഞിട്ടുള്ള ഇവരുടെ ആക്ടിവിറ്റീസ് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കൊടുക്കാം. എന്നിട്ട് നോക്കുക കള്ളു കുടിച്ചാൽ എന്താ കാണിക്കുന്നത്, MDMA അടിച്ചാൽ എന്താ കാണിക്കുന്നത്, കഞ്ഞി അടിച്ചാൽ അപ്പോൾ മനസ്സിലാവുന്ന കാര്യമാണ്. ഇത് ഉപയോഗിച്ച ഉടനെ തന്നെ ആളുകൾ ഉണ്ടാകുന്ന സ്വഭാവ മാറ്റമോ അല്ലെങ്കിൽ ഈ ഇവർ കാണിച്ചു കൊടുക്കുന്ന പ്രശ്നങ്ങളോ എന്തൊക്കെയാണെന്ന് അങ്ങനെ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കള്ളാണ് ഏറ്റവും മോശം. അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ സ്പോണ്ടേനിയസ് കണ്ടിന്യൂസ് യൂസ് എന്നൊക്കെ പറയുന്നിടത്തും ഇതിനൊക്കെ സ്പീഡ് വ്യത്യാസം ഉണ്ടാകും. ചിലപ്പോൾ MDMA കാരൻ ആദ്യം അടിച്ച് പോകുമായിരിക്കും, പിന്നെ കള്ള്, പിന്നെ കഞ്ചാവ് വരത്തുള്ളൂ. എല്ലാവരും ആ ഒരു മെൻ്റൽ ഇതിലൂടെ നോക്കണം. ആൾക്കാരുടെ മറ്റുള്ളവരെ പിടിച്ച് അടുപ്പിച്ചിട്ട് ലാസ്റ്റ് പിന്നെ കുറ്റം കഞ്ചാവിനെ പറയരുത്.